നമ്മൾ മുട്ട കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. മുട്ടയും ബ്രെഡും ഉരുളൻകിഴങ്ങും ഉപയോഗിച്ചിട്ടുള്ള ഒരു 4 മണി സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അതിലേക്ക് 2 മണി ജീരകം ഇട്ടു. ഇനി അതിലേക്ക് ചോപ്പറിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, കാബേജ്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, സവോള ഇതിൽ ചെറുതാക്കി അരിഞ്ഞെടുത്തത് അതിൽ ചേർത്ത് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വന്നു. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. കുറച്ച് മുളകും പൊടി ചേർത്തു. കുറച്ച് മല്ലിപ്പൊടി ചേർത്തു. പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി അത് മൂത്ത് വരട്ടെ കേട്ടോ. ബ്രെഡും ഉരുളൻകിഴങ്ങും വെച്ചിട്ടുള്ള കട്ട്ലേറ്റാണ്. അപ്പോൾ ഇത് മുളകും പൊടിയൊക്കെ മൂത്ത് വന്നു. എല്ലാ മസാലകളും. ഇനി നമുക്ക് 4 പീസ് ബ്രെഡ് പൊടിച്ചത് ചേർക്കാം. ഇനി അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 കോഴിമുട്ട ചെറിയ പീസാക്കി പുഴുങ്ങിയിട്ട് ചെറിയ പീസാക്കി നുറുക്കിയത് ചേർക്കാം. ഇനി അത് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സാക്കി ഇനി അതിലേക്ക് 3 ചെറിയ ഉരുളൻകിഴങ്ങ് പുഴുങ്ങി ഉടച്ചത് ചേർക്കാം. ഉടച്ചത് ചേർത്തു. ഇനി അത് നല്ലോണം മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കാം. കട്ട്ലേറ്റിൻ്റെ മിക്സ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടാറുമ്പോൾ നമുക്ക് പരത്തി മുട്ടയിൽ മുക്കി ബ്രെഡ് പൊടിയിൽ മുക്കി ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ ഇപ്പോൾ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ പുറത്തുനിന്നൊന്നും കഴിച്ചിട്ടില്ല മുട്ട കട്ട്ലേറ്റ്. ആദ്യമായിട്ട് ഞാൻ വീട്ടിലുണ്ടാക്കി നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു. മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ചൂടാറട്ടെ. മിക്സ് കുറഞ്ഞപ്പോൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ബ്രെഡ് പൊടി, മുട്ട. ഈ മുട്ടയിൽ ഒരു നുള്ളു ഉപ്പ്, പിന്നെ നമുക്ക് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കറുത്ത എള്ള് ഇതിൽ മിക്സ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റ് പരത്തിയെടുക്കാം. ഇനി അത് ബ്രെഡിലും മുട്ടയിലും മുക്കിയിട്ട് ചുട്ടെടുക്കാം. എന്നിട്ട് അടുത്തത് പരത്തിയെടുക്കാം. മുട്ടയിലിട്ടു. ഇനി അത് ബ്രെഡ് പൊടിയിലിടാം. അത് ബ്രെഡ് പൊടിയിലിട്ടു. പരത്തിയെടുത്തു, ചുട്ടെടുത്തു. ഇനി ഇതുപോലെ മിക്സ് ചെയ്തെടുത്തു. ഇനി അതുപോലെ എല്ലാം ചെയ്യാം. മുട്ടയിലിട്ടു. ബ്രെഡ് പൊടിയിലിട്ടു. പിന്നെ മുട്ടയിലും ബ്രെഡ് പൊടിയിലും മുക്കിയ കട്ട്ലേറ്റ് നമുക്ക് ഇനി ചുട്ടെടുക്കാം. ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഇനി ഒരു പുറം വെന്ത് വന്നിട്ട് മറുപുറം മറിച്ചിടാം. ഒരു പുറം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിടാം.
നല്ല കട്ട്ലേറ്റ്, നല്ല രുചിയുള്ള കട്ട്ലേറ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി മറുപുറം മുരിഞ്ഞ് വന്നിട്ട് നമുക്കെടുക്കാം. കട്ട്ലേറ്റ് രണ്ട് പുറവും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം, പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. ബ്രെഡ് കൂടി ചേർക്കുമ്പോഴേ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് അടുത്തത് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ അടുത്ത ട്രിപ്പ് കട്ട്ലേറ്റും ചുട്ടെടുത്തു. നമ്മുടെ എല്ലാ കട്ട്ലേറ്റും ചുട്ട് കഴിഞ്ഞു. നമ്മുടെ എല്ലാ കട്ട്ലേറ്റും ചുട്ട് കഴിഞ്ഞു. ഭയങ്കര ടേസ്റ്റുള്ള ഒരു കട്ട്ലേറ്റാണ്, ഒരു പ്രത്യേക രുചിയാണ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന കട്ട്ലേറ്റിൻ്റെ രുചിയൊന്നുമല്ല. അപ്പോൾ നമ്മൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.